വേറെ പാത്രം അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണിയായിരിക്കണം. കുറേ നേരം കുറേ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാനായിട്ട് കാച്ചാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുമ്പോൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ പാലക് റൈസ് റെസിപ്പിയാണ്. ഇത് നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചു, എല്ലാവരും കഴിച്ചു, 2-3 പ്രാവശ്യം വാങ്ങിട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചെടുത്ത ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണും. പിന്നെ നിങ്ങൾക്ക് ഒരു റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമായാൽ ആ റെസിപ്പി പിന്നീട് എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ പറയാൻ ഒരു ട്രിക്ക് കൂടിയാണിത്. അപ്പോൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് നോക്കാലോ. പാലക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പില്ലേ, ഇത് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ചുച്ചുക്കുട്ടിക്ക് വേണ്ട സാധനം ഞാനിപ്പോൾ തരാം. ഇണ്ടാതിരുന്ന ചുച്ചുക്കുട്ടിക്ക് നിറയെ തരും. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ബിരിയാണി ബാസ്മതി റൈസാണ്. ബാസ്മതി റൈസ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്, കാലറി കുറവാണ് കേട്ടോ. നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഏതായാലും അരി കിട്ടി, പുറത്ത് പോയില്ല, അത് ലാസ്റ്റ് എടുക്കാം. പാല് ഏതായാലും അവിടെ പാലിന് പണി നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ അരി അളന്നിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ 2.5 പാത്രം അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കാം. ചുച്ചുകുട്ടീനെ ഒതുക്കി നിർത്തണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പം ഞാനൊരു ബ്രെഡ് എടുത്ത് അവർക്കൊരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് അവിടെ 3 അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ട്. ഹെയ്സനും തപ്പം തന്നെ എനിക്കും. അപ്പോൾ അവനുള്ളതും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ ഉള്ളത് വെച്ചിട്ട് സ്നാക്ക് തട്ടിക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആയുധമാണ്. കുട്ടികൾ കരയുന്ന സമയത്ത് സ്പൂണിൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർക്ക് കൊടുക്കുക എന്നുള്ളത്. പിന്നെ നല്ല ഏതെങ്കിലും വീറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ അതും എന്തെങ്കിലും ഫ്രൂട്ടും കൂടി ഇതുപോലെ ആക്കിയിട്ട് കൊണ്ടു കൊടുക്കും. നമ്മൾ പോകുന്ന സമയത്ത് ആൾ സുഖമായിട്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യെല്ലോ ക്ലാസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെല്ലോ ക്ലാസ് ആണെങ്കിൽ ഒരു സമാധാനത്തിൽ ഹോബി പഠിക്കല്ലേ വിചാരിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വിടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മുടെ യെല്ലോ ക്ലാസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇപ്രാവശ്യം പറയാനുള്ള കാരണം അതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചുച്ചുക്കുട്ടി ഓരോ പ്രാവശ്യം എന്തെങ്കിലും ഇപ്പോൾ പഠിക്കാന്നുള്ളതല്ലാണ്ട് വേറെ എന്തെങ്കിലും നോക്കിയിട്ടിരിക്കുന്നതിന് വേറെ മതൊക്കെ നോക്കിയിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലതല്ലേ. ചുച്ചുക്കുട്ടി അങ്ങോട്ട് പോയിക്കും. അപ്പോൾ യെല്ലോ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് ഹോബി ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. നമുക്കിതിൽ നമ്മുടെ കുട്ടികൾക്ക് 3 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോബീസ് ലേൺ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ലൈക്ക് ഇപ്പോൾ ഡാൻസിങ്, സിംഗിങ്, മ്യൂസിക്, യോഗ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ ഇപ്പോൾ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ് ഇതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ജനറൽ നോളജ് ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് കേട്ടോ. അതുപോലെ 20 ലക്ഷത്തിലധികം കുട്ടികൾ ഭയങ്കര ഇത് വിശ്വസിച്ച് ഇതിൽ ഒരുപാട് 10 ലക്ഷം ഓരോ മാസം 10 ലക്ഷത്തിലധികം ഹോബീസ് കുട്ടികൾ പഠിച്ച് ഇറങ്ങുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു ആപ്പ് തികച്ചും ഫ്രീ ആണ്. നമുക്ക് യാതൊരു പൈസയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലെ പ്രോഗ്രാംസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എക്സ്പേർട്ടായ മെൻറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ സെലിബ്രിറ്റീസ് മെൻറ്റേഴ്സ് ആയി. ഇപ്പോൾ ഡാൻസ് ഇന്ത്യ വിന്നർ ഡാൻസിലെ സൽമാൻ യൂസുഫ് ഖാൻ, മാസ്റ്റർ ഷെഫ് ഇന്ത്യ വിന്നർ റിപ്പു ഹാൻഡ, പിന്നെ ഷാൻ, ഇതുപോലെയുള്ള സെലിബ്രിറ്റി മെൻറ്റേഴ്സ് ആണ് ഓരോ പ്രോഗ്രാമും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ കുട്ടികൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നതിലൂടെ, ഹോബീസ് ലേൺ ചെയ്യുന്നതിലൂടെ അവർ ഒരുപാട് ഗിഫ്റ്റ് വിൻ ചെയ്യാനും കൂടെ ചാൻസ് ഉണ്ട്. പ്ലേ സ്റ്റേഷൻ കിട്ടും, ആമസോൺ വൗച്ചേഴ്സ് കിട്ടും, ബൈസിക്കിൾസ്, ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടാനും ചാൻസ് ഉണ്ട്. ഇനി ഈ ഏപ്രിലിൽ യെല്ലോ ക്ലാസ് ഒരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് OnePlusന്റെ HD സ്മാർട്ട് TV കിട്ടാനും, പിന്നെ അതുപോലെ ഇതിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കിട്ടാനും, 3 ലക്ഷത്തിലും അധികം വരുന്ന സ്കോളർഷിപ്പ് കിട്ടാനും, ബൂട്ടിൻ്റെ സ്മാർട്ട് വാച്ച് കിട്ടാനും ഒക്കെയുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ മക്കൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കയറി യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഏതെങ്കിലും ഒരു ഹോബി നിങ്ങൾ കാണാനും പഠിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ എലിജിബിൾ ആവും കേട്ടോ. സ്നാക്സ് നോക്ക്, ബെഡിൽ കയറി അതിൽ കൂടെ കയറി. അപ്പം
അരിയും ഇതും കൂടെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തോട്ടെ. നമ്മളൊരു കിച്ചടി പരുവത്തിനാണ് ആക്കുന്നത്. ഇത് വേകാനളവിന് ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചീകി എടുക്കുന്നുണ്ട്. നേരത്തെ പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് ഞാൻ ഈ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കിടന്നിട്ട് ക്യാരറ്റ് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. പാലക്കിൻ്റെ റൈസും നമ്മുടെ ഡ്രിങ്കും മാത്രം ഉണ്ടാക്കി. കുറേ റൈസ് ഉണ്ടാക്കാം. എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ 2 ട്രിപ്പ് അടിച്ചില്ലേ? നമ്മൾ ആദ്യം വാങ്ങിയിട്ട് ആർക്കും ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചു. നോക്കിയപ്പോണ്ട് വീണ്ടും വീണ്ടും വാങ്ങേണ്ടി വന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഹെൽത്തി ആണല്ലേ? ഹെൽത്തി ആണ്. എനിക്ക് ഈ സമയം പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റിയ, ഞാൻ ഇടക്കിടക്ക് ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഇത്രയും പാലൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അത്രയും തണുപ്പ് കളയുന്നുള്ള ബാക്കി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ചീര ഒന്ന് മുക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പം നമുക്ക് പാലിലേക്ക് ആവശ്യത്തിനുള്ള ക്ലിനിക്ക് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കുക കേട്ടോ. തിക്കാവും. പാലട കെട്ടുന്നത് കുഴപ്പമില്ല. നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ഇതിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നീലൊക്കെ നട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പാലക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 30 സെക്കൻഡ് കേട്ടോ. കുട്ടികൾ മിണ്ടാണ്ടെങ്കിൽ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടിൽ അവർ ഒച്ചിട്ടുകൊണ്ടിരിക്കുക. 30 സെക്കൻഡ് കൂടുതൽ വെക്കരുത്. എന്നിട്ട് അതെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. ബൗളിൽ ഇപ്പുറത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഈ പച്ച കളർ പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് മെയിൻ ആ പച്ച. അതിൻ്റെ ആ ഒരു എന്താ പറയുക ഹെൽത്തി കണ്ടന്റ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. 30 സെക്കൻഡ് നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് റൈസ് വെന്തിട്ടുണ്ടാവും. ഞാനിത് ഓഫാക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് നട്ട്സ് എടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഫെണിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബദാമില്ല. എന്നിട്ട് അത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ പാലൊക്കെ എല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില വേണം. വലിയൊരു മുളകാണ്. ഈ ഒരു മുളക് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി അല്ലികൾ ഇതെല്ലാം കൂടി നല്ല പേസ്റ്റാക്കി അടിച്ചിട്ട് വരാം. അപ്പോൾ ദേ ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് റിച്ച് ടേസ്റ്റിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പുതിയ നെയ്യ് ആയതുകൊണ്ട് പിശിക്ക് കാണിച്ചില്ല. ചെറിയ സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ല ടേസ്റ്റ് എത്തിക്കുന്നു. ഉണക്കമുളക് ഒരു 4 എണ്ണം പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി സവാളയാണ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടില്ലാണ്ട് ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാല പൗഡറാണ് കേട്ടോ. അത് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നൊരു പരുവം നമുക്കറിയില്ലേ. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ പാലൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശരി അമ്മ ഇപ്പോൾ വരാം.
ചുറ്റും അടിക്കണം അത്ര അവനെ. കറക്റ്റായിട്ട് നമ്മുടെ ചോറും ഇതും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ അധികമായ ചോറ് ഗ്രേവിക്കല്ലേ? ഗ്രേവി കുറച്ചായി പറയുന്നത്. അതാണ്. നമുക്കപ്പോൾ ഇനി ചോറ് ഇതിലേക്ക് എടുത്തിടണം കേട്ടോ. അപ്പോൾ പകുതി കുറച്ച് നമുക്ക് മധുരമാക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇതേ അതേപോലെ ആയില്ലേ? വാവ്. അമ്മി തരാലോ. അപ്പോൾ നമ്മൾ അത് റെഡി ആയിട്ടുണ്ട്. അമ്മി തരും. ഇനി നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിരുന്നാൽ എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഫ്രിണിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട നട്ട്സാണ്. ഞാൻ വെച്ചിരുന്നത് കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ തിന്നു. ഓ ഗോഡ്. ഓക്കെ, ഇനി നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വരൂ വരൂ വരൂ. അപ്പോൾ അതേ നമ്മുടെ ഫ്രിണി റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ബേക്കറിയിലൊക്കെ അവർ 40 രൂപ 45 രൂപയ്ക്ക് ചെറിയൊരു കപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വീട്ടിൽ ഇതുപോലെ ചെയ്ത് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർ ഇങ്ങനെ കൊടുക്കാറുണ്ട് എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് നല്ലോണം സെയിലും ആവും കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ പാലക്ക് റൈസും കൂടെ ഞാൻ ബൗളിലേക്ക് വെക്കുകയാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു കഷ്ണം ബട്ടറും കൂടെ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചൂട് ചോറിലേക്ക് ഇങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചാൽ മതി. ഇതിൻ്റെ റെസിപ്പികളാണ് നല്ല അടിപൊളി ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ താഴെ ചെന്നിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് തോന്നിയ കമൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതേ വാങ്ങി കൊടുക്കേണ്ടത് വേഗം നോമ്പുറക്കാൻ പോട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മുടെ യെല്ലോ ക്ലാസ് ഓർമ്മ വെക്കുക മക്കൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഹോബി ലേണിംഗ് ആപ്പാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ.